ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്രിഗണോമെട്രി ത്രികോണമിതിയിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എല്ലാ എക്സാമിനും 5 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. എന്താണ്? നമ്മുടെ പുഴക്കരികിൽ നിൽക്കുന്ന ഒരു കുട്ടി അല്ലെ, അതിന്റെ അറ്റത്തുള്ള മരത്തിന്റെ മുകളറ്റം ഇത്ര ഡിഗ്രി മേൽക്കോണിൽ, അതായത് ആംഗിൾ ഓഫ് ഇലവേഷനിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള ഐഡിയ നിങ്ങൾ മനസ്സിലാക്കണം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് ചിലപ്പോൾ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈൻ കോസ് ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ടും വരും. ക്ലിയർ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ ഇവിടെ വന്നെന്താ, ആദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ചിത്രം വരയ്ക്കാൻ പറയും. പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതിന്റെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് വരച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പുഴയുടെ അരികത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെ, അപ്പൊ പുഴയുടെ അരികത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെറുതെ ഒരു പുഴ വരക്കുക. പുഴയെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുഴയായിട്ടൊന്നും വരക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വരയായിട്ട് വരക്കുക, ഒരു ലൈൻ ആയിട്ട് മാത്രം കൊടുത്താൽ മതി. ഇതാണ് ഒരു പുഴ എന്ന് വിചാരിക്കുക, ഒഴുകി പോകുന്ന പുഴ. അപ്പൊ ഈ പുഴയുടെ അരികത്ത് നിൽക്കുന്ന ഒരാൾ ഓക്കെ, അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ മുകളറ്റം. അപ്പൊ എന്താണ്, ഒരു ഭാഗത്ത് ഒരു കുട്ടി, ഒരാളുണ്ട്, തൊട്ടപ്പുറത്ത് എന്തുണ്ട്, ആ പുഴയുടെ മറ്റേ അറ്റത്ത് ആരുണ്ട്, അക്കരക്കാരുണ്ട്, ഒരു മരമുണ്ട് അല്ലെ. അതാണ് പറഞ്ഞത്, എ മാൻ 1.6 meter tall sees the top of a tree at an angle of elevation 70 degree എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു അറ്റത്ത് ഇങ്ങേ അറ്റത്ത് എന്ത് ചെയ്യുക, ഒരാളെ നിങ്ങൾ സൂചിപ്പിക്കുക. ആളെ സൂചിപ്പിക്കുക, ചെറിയൊരു വരയായിട്ട് കാണിക്കുക. ഞാൻ വരയായിട്ട് കാണിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഇതാ ആ ആളിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. ആളിന്റെ ഉയരം 1.6 മീറ്റർ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, 1.6 meter tall എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1.6 എന്ന് അവിടെ തന്നെ എഴുതി കൊടുക്കുക. ഇനി ആളിന്റെ നീളം നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ആളിനെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡോട്ട് മാത്രമായിട്ട് കാണിച്ചാൽ മതി. അപ്പൊ ഇതാ പുഴയായി, ആളായി. ഇതിന്റെ മറുകരയിൽ ആരുണ്ട്, ഇങ്ങേ അറ്റത്ത് ആരുണ്ട്, ഒരു ട്രീ ഉണ്ട്. നമുക്കറിയാം ഒരാളെയും ട്രീയും നോക്കുമ്പോൾ ട്രീക്കായിരിക്കും നീളം കൂടുതൽ, ഹൈറ്റ് കൂടുതൽ ട്രീക്കായിരിക്കും. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ചിലപ്പോൾ നിങ്ങളെ അടുത്ത് നിങ്ങളെക്കാൾ നീളം കുറഞ്ഞ മുറിച്ചിട്ട മരമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മളെക്കാൾ നീളം മരത്തിനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതിനേക്കാൾ കുറച്ച് നീളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മരത്തെ വരക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റൂ അല്ലെ, അല്ലെങ്കിൽ നേരെയല്ല നോക്കുക. ശരി, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മരത്തിന്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. അതായത് 70 ഡിഗ്രി ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 70 ഡിഗ്രി മേൽക്കോണിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ മേലോട്ടേക്കല്ല നോക്കുക. നമ്മൾ ആദ്യം എങ്ങോട്ടാ നോക്കുക, ആദ്യം ആ മനുഷ്യൻ ആരായാലും നമ്മൾ എന്ത് ചെയ്യും, നേരെ നോക്കും മരത്തിനെ. അപ്പൊ നമ്മൾ ഇത് ആ മരത്തിന്റെ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മരത്തിന്റെ തടിയാണ് കാണുക അല്ലെ. നേരെ കണ്ടു. അവിടെ നിന്നാണ് അയാൾ എന്ത് ചെയ്യുന്നത്, നേരെ മുകളിലേക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. മുകളിലേക്ക് നോക്കി ഇതാ ഇവിടുന്ന് എന്ത് ചെയ്തു, ആദ്യം അയാൾ നേരെ നോക്കി, പിന്നെ അയാൾ എന്ത് ചെയ്തു, മുകളിലേക്ക് ഇതാ നേരെ നോക്കാൻ പോവാണ്. ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ആംഗിൾ ഓഫ് ഇലവേഷൻ. ആംഗിൾ ഓഫ് ഇലവേഷൻ എന്ന് വെച്ചാൽ നേരെ നോക്കുന്നതിന്റെയും തല ഉയർത്തിയിട്ട് അല്ലെ മേലോട്ട് നോക്കുന്നതിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് എന്ത് വരിക, ആദ്യം നേരെ നോക്കി പിന്നെ ഉയർത്തി നോക്കി, അതിന്റെ ഇടയിൽ വരുന്നതാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ, മേൽക്കോണ് 70 ഡിഗ്രി. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി അടുത്ത ഒരു കാര്യം നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ്, 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 35 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് അല്ലെ. ആഫ്റ്റർ മൂവിങ് 20 മീറ്റർ ബാക്ക് ആംഗിൾ ബിക്കംസ് 35 ഡിഗ്രി. ഞാൻ നിങ്ങളോട് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 20 ഡിഗ്രി ആയാലും 10 മീറ്റർ ആയോ 20 മീറ്ററോ എത്ര മീറ്ററോ ആകട്ടെ, ബാക്കോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ടേക്ക് നമ്മൾ ഏകദേശം ആംഗിൾ ഓഫ് ഇലവേഷൻ വരച്ച ഈ വരയുണ്ടല്ലോ അല്ലെ, ഈ മേലോട്ടേക്ക് വരച്ച ഈ വരയുണ്ടല്ലോ, ആ വര എത്രയാണോ ഏകദേശം അതേ ഡിസ്റ്റൻസ് തന്നെ 20 മീറ്റർ ആക്കി വരക്കുക. അതായത് ഞാൻ ഏകദേശം അത്രയും വരക്കാം. ഇതാ അയാൾ അത്രയും ഇതാ ബാക്കോട്ടേക്ക് ഇങ്ങനെ നടന്നു. ഏകദേശം നമ്മൾ മേലോട്ട് നോക്കിയ ആ നോട്ടവും ഇങ്ങോട്ട് വരച്ച ഏകദേശം ഒരുപോലെയുണ്ട്. അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന മനുഷ്യനാണ്, അയാൾ നേരെ ഇങ്ങ് ബാക്ക് ഭാഗത്തേക്ക് വന്നു. എന്ന് വെച്ചാൽ എന്താണ്, അയാളെ ഹൈറ്റിലൊന്നും ഒരു വ്യത്യാസമില്ല അല്ലെ, നമ്മൾ ബാക്കോട്ട് നിന്നാലും നീളം മാറുന്നില്ല. അതുപോലെ ഇതാ അയാളെ നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുക. പിന്നെ നമ്മൾ വരക്കുന്നത് പുഴയല്ല, അയാള് ആദ്യം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ബാക്കോട്ടേക്ക് വന്നു എന്ന് കാണിക്കാനാണ് ഈ നീളത്തെ വര വരച്ചത്. ഓക്കെ, അപ്പോഴും ആ മനുഷ്യന്റെ നീളം 1.6 മീറ്റർ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ വളഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ സ്കെയിൽ എടുത്ത് വരക്കുമ്പോൾ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് വരക്കണം, അപ്പോൾ വളയില്ല. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചിരിക്കണം, പെൻസിൽ യൂസ് ചെയ്യുക. ഇനി ഇവിടുന്ന് അയാൾ വീണ്ടും മരത്തിന്റെ മുകളറ്റം നോക്കുവാണ്. ആദ്യം നോക്കിയ പോലെ വീണ്ടും നമ്മളിങ്ങനെ പൊക്കി നോക്കിയാൽ എന്ത് വരില്ല, മരത്തിന് മുകളിലേക്ക് കാണില്ലല്ലോ, ഒരിക്കലും കാണൂല. വേറെ എവിടെയോ പോകും, ആകാശത്തേക്കായിരിക്കും നോട്ടം പോകുക. അപ്പൊ മരത്തിന് മുകളിൽ കാണണമെങ്കിൽ നമ്മൾ തല ആദ്യം ഉയർത്തിയതിനെക്കാട്ടിയും കുറച്ച് താത്തി നോക്കേണ്ടി വരും. അപ്പൊ ഇതാ നേരെ നമ്മളിതാ ഇങ്ങനെ വരച്ചു പോവാം. ഇങ്ങനെ വരക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഇതാ നേരെ ഇവിടത്തേക്കാണ് എത്തുക. അപ്പൊ ഇതാ ഇത് നേരെ നോക്കുന്നതാണ്. ഇവിടുന്ന് അയാൾ നേരെ നോക്കിയപ്പോൾ മരത്തിന്റെ തടിയാണ് കണ്ടത്. നേരെ പിന്നെ ഉയർത്തി നോക്കി, അപ്പൊ അവിടുത്തെ ആംഗിൾ കിട്ടി 35 ആണ്, 35 ഡിഗ്രി ആണ് തന്നത്. ആ 35 ഡിഗ്രി കിട്ടി. 35 ഡിഗ്രി നമുക്കിപ്പം കിട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഏകദേശ ചിത്രം വരയ്ക്കുക. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ഏകദേശ ചിത്രം വരച്ചു, ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, എവിടെയൊക്കെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് പേര് കൊടുക്കാൻ പറ്റുമോ അതിനൊക്കെ വെറുതെ പേര് കൊടുക്കുക. ഓക്കെ, അതായത് ഞാൻ ആദ്യം AB എന്ന് കൊടുക്കുന്നുണ്ട്.
കളർ മാറ്റി കൊടുക്കാം. എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താൽ ഞാൻ എ ബി എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എ ബി എ അതുപോലെ ബി, അത് ഞാൻ ഈ മനുഷ്യന്റെ ഹൈറ്റ് ആണ് കൊടുത്തത് എ ബി. അടുത്ത മരം മൊത്തത്തിൽ മരത്തിന്റെ നീളം ഞാൻ സി ഡി എന്ന് കൊടുക്കാം. സി ഡി ആയി. ഇനി ഇവിടെ ഞാൻ ഇ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, ഈ മനുഷ്യന്റെ 1.6 മീറ്റർ നീളമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും 1.6 തന്നെ ആയിരിക്കുമല്ലോ അല്ലെ. ബാക്കി കിട്ടിയാൽ രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ മരത്തിന്റെ നീളം കിട്ടുമല്ലോ. അതാവട്ടെ എ ബി സി ഡി ആയി, ഇ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടത്തേക്ക് എഫ് കൊടുക്കുക. എ ബി സി ഡി ഇ എഫ്, ഇതൊരു ജിയും കൊടുക്കാം. ഓക്കെ, എല്ലായിടത്തും പേര് കൊടുത്തു, വെറുതെ ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി എ ബി ആണ് മനുഷ്യൻ, അതുപോലെ സി ഡി ആണ് ട്രീയുടെ നീളം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അതൊക്കെ നമ്മൾ നീറ്റ്നെസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു വൃത്തിക്ക് വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളിലേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രീ എന്ന് എഴുതി കൊടുക്കുക. സോറി, ട്രീ അല്ല, ആ മാൻ ആണ് അല്ലെ, ആ മനുഷ്യനാണ് അല്ലെ. ട്രീ അല്ല, ആ മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ എ ബി ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എ ബി ആണ് ആ മാൻ. മാൻ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അല്ലെ, മാൻ അല്ലെങ്കിൽ മനുഷ്യൻ. ഓക്കെ, ക്വസ്റ്റിൽ തന്നത് എന്താണ് അത് അതുപോലെ എഴുതുക. ചിലയിൽ ബോയ് ആയിരിക്കും തരുക, അല്ലെങ്കിൽ ഒരാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ, ആൾ എന്ന് എന്ത് വേണം കൊടുക്കാം. അടുത്ത സി ഡി ആണ് ട്രീ. സി ഡി ആണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. ട്രീ അഥവാ മരം. അതൊന്ന് എഴുതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ പുഴയുടെ വീതിയും മരത്തിന്റെ ഉയരവും കണക്കാക്കുക. പുഴയുടെ വീതി കണക്കാക്കണം, മരത്തിന്റെ ഉയരവും നിങ്ങൾ കണക്കാക്കി കൊടുക്കണം. രണ്ടും കണ്ടുപിടിക്കണം. പുഴയുടെ വീതി എന്ന് വെച്ചാൽ എന്താണ്, വിഡ്ത്ത് ഓഫ് ദി റിവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ എന്നാണ് പറയുന്നത്. വിഡ്ത്ത് ഓഫ് ദി റിവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ. അപ്പൊ നമുക്കിതാ ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ വിഡ്ത്ത് ഓഫ് ദി ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടാ, നിങ്ങൾ ഒന്നാമത്തെ ത്രികോണം നോക്കിയേ, അതായത് ബി ഇ ഡി, ആ ത്രികോണം നോക്കുക. അതിൽ ഇതാ ഇവിടെ 90 ഡിഗ്രി വരുമോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 70 ഡിഗ്രി ഇപ്പുറം തന്നിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് നമ്മൾ ഈ ബി എന്ന് എഴുതിയ ഭാഗത്തെ പിന്നെ ആ ഒരു ആംഗിൾ എത്രയാണ് വരിക. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ഭാഗത്തുള്ള ബാക്കി ആംഗിൾ എത്രയാണ് വരിക. ടോട്ടൽ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു ഭാഗം 70 ആയിട്ട് പോയാൽ ബാക്കി വരുന്നത് എത്രയാണ് വരിക. 180 70 പോയാൽ 110 ഡിഗ്രി ആണ് ഈ വലിയ ഈ ഒരു ആംഗിൾ വരിക അല്ലെ. ഇനി നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. 110 കഴിച്ച് ബാക്കി നമുക്ക് 70 ഡിഗ്രിയും കൂടി കിട്ടിയാൽ ഈ വലിയ ത്രികോണത്തിൽ 180 ആവും. ഒരു ചെറിയ ആംഗിൾ 35 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും, ഈ ചെറിയ കോണളവ് എത്രയാണ് ഉണ്ടാവുക. 110 35 കൂട്ടിയാൽ 145 ആയി. ബാക്കി 150 ആവണമെങ്കിൽ ഒരു 35 കൂടി വേണം അല്ലെ. അപ്പൊ ഇതാ ഇത് 35 ഡിഗ്രിയാണ് വരിക. ഇത് കണ്ടാൽ തന്നെ മനസ്സിലായി. നിങ്ങൾക്ക് നോക്കിയേ, ഈ വലിയ ത്രികോണം, അതായത് ത്രികോണം ഏതാ നോക്കേണ്ടത് ഞാൻ പറഞ്ഞത്. ഇത് ബി ആണ്, ബി എഫ് ഡി അല്ലെങ്കിൽ ബി ഡി എഫ്. ഈ ബി ഡി എഫ് എന്ന് പറയുന്ന ബി ഡി എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിയേ, ത്രികോണം നോക്കിയേ, രണ്ട് ആംഗിൾ 35 വന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായത് ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അതിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര, അത് നമ്മൾ നേരത്തെ എഴുതാത്താണ് 20 മീറ്റർ ആണ്. അതായത് അയാൾ ബാക്കോട്ടേക്ക് 20 മീറ്റർ ആണ് നടന്നു പോയത്. ഇത് 20 മീറ്റർ ആണെങ്കിൽ അതും 20 മീറ്റർ. അപ്പൊ ഒരു സൈഡ് 20 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തേക്കുള്ള ഈ സൈഡും അത്ര തന്നെ വരിക, 20 മീറ്റർ തന്നെ കിട്ടും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി, 20 മീറ്റർ എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് വേണ്ടത് ഈ മരത്തിന്റെ നീളം വേണം, ബാക്കി പുഴയുടെ ഉയരം വേണം. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ചെറിയ ത്രികോണം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ചെറിയ ത്രികോണം മാത്രം എടുത്താൽ നോക്കിക്കോ, നമുക്കിതാ ഇവിടം മുതൽ ഇതുവരെയുള്ള നീളം കൂടെ കണ്ടുപിടിച്ചാൽ പോരെ. അത് കിട്ടിയാൽ അതിന്റെ കൂടെ 1.6 കൂട്ടിയാൽ നമുക്ക് മൊത്തത്തിൽ മരത്തിന്റെ നീളം കിട്ടുമല്ലോ അല്ലെ. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആ ചിത്രത്തിൽ ആലോചിച്ച് നോക്കിയതാ. 70 ഡിഗ്രി ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് വേണ്ടത്. 70 ഡിഗ്രിയുടെ എതിർവശം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ആ 70 ഡിഗ്രിയുടെ കർണം ഹൈപ്പോട്ടേനസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് അല്ലെ. 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും, എതിർ 70, ഇങ്ങനെയാണ് സൈൻ എടുക്കേണ്ടത്. 70 ഡിഗ്രിയുടെ എതിർവശമാണ് നമുക്ക് വേണ്ടത്. അതിന്റെ കർണം തന്നിട്ടുണ്ട് 20 മീറ്റർ, ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എതിർവശം കർണം, എതിർവശം ബൈ കർണം, അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൈൻ 70 എടുക്കണോ, കോസ് 70 വേണോ, ടാൻ 70 വേണോ, ആരെടുക്കണം. എളുപ്പത്തിൽ കിട്ടിയില്ലേ അല്ലെ. ഇതാ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് വേണ്ടത്. ഇ ഡി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അതിന്റെ ഹൈപ്പോട്ടനസ് 20 സെന്റിമീറ്റർ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, ഇവിടെ നിന്ന് നമ്മൾ എടുക്കേണ്ടത് സൈൻ ആണ്. സൈൻ 70 ഡിഗ്രി ആണ് എടുക്കേണ്ടത്, സൈൻ 70 ഡിഗ്രി. ആ സൈൻ 70 ഡിഗ്രി എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വരിക. എതിർവശം 70യുടെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച ഇ ഡി ആണ്, ഇ ഡി എന്ന് പറയുന്ന സൈഡാണ് വരിക. ചിത്രത്തിൽ നോക്കണേ, ഇ ഡി ആണ് വരിക, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ബി ഡി ആണ്, പകരം അതിന്റെ മെഷർമെന്റ് 20 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 20 എന്ന് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഇ ഡി ഇതാ. therefore ED equal to, ED-യുടെ ലെങ്ത് കിട്ടണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് അടിക്കുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ക്രോസ് അടിക്കുക. 20 into sin 70, 20 into sin 70, sin 70 എന്നാണ് വരിക.
ഇനി sin 70ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് സാധാരണ നമുക്ക് ഓരോ ചെറിയ ചെറിയ വാല്യൂ ആയിട്ട് തരും. നമുക്ക് എന്താണ് ഇപ്പൊ 70 വേണ്ടെങ്കിൽ അതിന്റെ sin 70 cos 70 tan 70 തരാറുണ്ട്. എന്നാൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ സെയിം പേപ്പർ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. സെക്കൻഡ് ടൈം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്മൈലിന് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടേ ഇല്ല, നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് അവിടെ നിങ്ങൾക്ക് തരും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ താഴെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് സൈൻ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് സൈൻ 70 ആണ് വേണ്ടത് അല്ലേ. സൈൻ 70 വേണം. അപ്പോൾ നിങ്ങൾ ഇതാ ത്രികോണമിതി അളവുകൾ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് മെഷർമെന്റ് ആണ്. അപ്പോൾ സൈനിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, 70ന്റെ നേരെ വരിക. ഫസ്റ്റ് കോളത്തിലാണ് സൈൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് സൈൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ കാണുന്ന ആ ഒരു സൈനിലേക്ക് നിങ്ങൾ വരിക. സൈൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ സൈൻ വരുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ 70 ഡിഗ്രി എവിടെയാണെന്ന് നോക്കിയാൽ നേരെ താഴെ വന്ന് തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ മതി. ഇവിടെ കാണും 70 ഇങ്ങനെ താഴെ ഭാഗത്ത് 70 ഉണ്ട്. ആ 70ന്റെ നേരെ സൈനിന്റെ വാല്യൂ നിങ്ങൾ എടുക്കുക. 70ന്റെ നേരെ സൈനിൽ വരുന്നത് എത്രയാണോ അതാണ് സൈൻ 70ന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ 70 എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കണം. അവിടെ മക്കളെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും 0 പോയിന്റ് അല്ലേ. 0 പോയിന്റ് എത്രയുള്ളതെന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 0.9397 ആണ് അവിടെ സൈനിന്റെ വിലയുള്ളത് അല്ലെ. 0.9397 ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ 4 ഡിജിറ്റ് നമ്പർ അല്ലെ, 4 പ്ലേസ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. 4 എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും കാൽക്കുലേഷൻ. അതുകൊണ്ട് ഈ ആദ്യത്തെ 9 കഴിഞ്ഞാൽ പിന്നെ 3 9 ഉള്ളത്. 39 എന്ന് പറഞ്ഞാൽ ഏകദേശം 40ന്റെ അടുത്തല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണമെങ്കിൽ 0 പോയിന്റ് പിന്നെ 39ന് പകരം 0.39ന് പകരം നിങ്ങൾക്ക് സോറി 93ന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ പോയിട്ട് 94 എന്നുള്ള വാല്യൂ ആയിട്ട് മാറ്റാം. ഓക്കെ, 94 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് 0.94 എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലേക്ക് വരാം. അതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സൈൻ 20 × 20 ഗുണിക്കണം 0.94 ആണ് എടുത്തത്. ഇത് നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ തന്നെ ഗുണിക്കാൻ പറ്റും. 20ന് പകരം നിങ്ങൾ എന്ത് 2 കൊണ്ട് 94ന് ആദ്യം ഗുണിക്കുക, അല്ലെങ്കിൽ 0.94 ഗുണിക്കുക. ഏറ്റവും നല്ല ട്രിക്ക് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. 0 പോയിന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് 94നെ 20 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതിന് പകരം 2 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും, 2 4 8 ആണ് അല്ലെ. 2 4 8 വരും. പിന്നെ 2 9 18 ആണ് വരിക. ഇങ്ങനെയാണ് വരിക. 2 കൊണ്ട് ഗുണിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ 20 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ഒരു 0 ഇവിടെ ചേർക്കുക. 1880 ആണ് വരിക. അപ്പൊ 0.94 അല്ലെ. പോയിന്റ് ശേഷം 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പൊ 2 സ്ഥാനം വിട്ടുക, ഈ ഒരു ഡയറക്ഷനിൽ 2 സ്ഥാനം വിട്ടിട്ട് എഴുതുക. അപ്പൊ 18.8 ആണ് കിട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ 18.8 മീറ്റർ എന്നാണ് യുടെ നീളം കിട്ടുക. ഞാൻ ഇവിടുത്തെ അവസാനത്തെ 0 എടുത്തിട്ടില്ല. അതെന്താണ്, പോയിന്റിന് ശേഷം ലാസ്റ്റ് 0 ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അതിന് വിലയില്ല, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ 18.8 മീറ്റർ എന്ന് എഴുതുക. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, മരത്തിന്റെ നീളമല്ല, പകരം ED എന്ന് പറയുന്നത് ഈ ചെറിയൊരു പീസിന്റെ ഭാഗം അല്ലെ. ഇവിടെ മുതൽ ഇവിടെ വരെ ED-യുടെ നീളം മാത്രമാണ്. നമുക്ക് മരം എന്ന് വെച്ചാൽ CD ആണ്, കംപ്ലീറ്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ഈ 1. ഈ ചെറിയ ഭാഗമാണ് 18.8 കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടി 1.6 കൂടി കൂട്ടിയാലേ മരത്തിന്റെ നീളമാകും. അപ്പൊ എന്ത് ചെയ്യുക, therefore height of the tree അല്ലെ, height of the tree അല്ലെങ്കിൽ മരത്തിന്റെ ഉയരം എന്ന് പറയുക, മരത്തിന്റെ ഉയരം equal to എന്ത് ചെയ്താൽ മതി, 18.8ന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 1.6 കൂടെ കൂട്ടുക. അത് കൂട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 18.8 അല്ലെ. 18.8 എന്ന് എഴുതുക. 18.8 അടുത്ത 1.6 ആണ്. പോയിന്റ് ഒക്കെ ഒരുപോലെ വരുന്നിട്ട് ഇതില്ല. 1 എഴുതി, പോയിന്റ് നേരെ താഴെ വന്നു, 6 എന്ന് എഴുതുക. രണ്ടും കൂടെ കൂട്ടുക. 8 6 കൂട്ടിയാൽ 14 ആണ്, ബാക്കി 1 അല്ലെ. 14ന് 4. അപ്പൊ പോയിന്റ് നേരെ അതുപോലെ താത്തി എഴുതുക. 8ന് 2, അടുത്തത് 8ഉം ആ 1 9 1 10ന് 0, ബാക്കി 1. അപ്പൊ 2. അപ്പൊ 20.4 വരും. ആൻസർ 20.4 മീറ്റർ ആണ് മരത്തിന്റെ ഉയരം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടൂല. പകരം അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വിഡ്ത്ത് ഓഫ് ദി റിവർ ചോദിച്ചിട്ടുണ്ട് അല്ലെ. വിഡ്ത്ത് ഓഫ് ദി റിവർ ചോദിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ട്രീ മാത്രമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി റിവറിന്റെ വീതി, പുഴയുടെ വീതിയാണ് ചോദിച്ചത്. അപ്പൊ നോക്കുക, ആ പുഴയുടെ വീതി കിട്ടുന്നത് ഇതേ ചെറിയ ട്രയാങ്കിൾ തന്നെ 70ന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ നമുക്ക് 18.8 എന്ന് കിട്ടി. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എതിർവശം ബൈ സമീപവശം അല്ലെ, നമുക്ക് അതാണ് വേണ്ടത്, സമീപവശം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോസിന്റെ വാല്യൂ വെച്ചിട്ട് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 70 ഡിഗ്രിയുടെ സമീപവശമാണ് ഇനി നമുക്ക് വേണ്ടത്. ഇത് 70 ഡിഗ്രിയുടെ സമീപവശമാണ്. കാരണം നമ്മുടെ കയ്യിലുണ്ട് 20 ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ cos 70 എടുത്താൽ സമീപവശം ബൈ കർണം, അല്ലെങ്കിൽ adjacent side ബൈ hypotenuse എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 70ന്റെ എതിർവശം ഇപ്പൊ 18.8 കിട്ടി, അതിന്റെ സമീപവശം കണ്ടുപിടിക്കണം. അപ്പൊ എതിർവശം ബൈ സമീപവശം tan 70 വെക്കാം അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ
അഡ്ജസന്റ് സൈഡ് വെച്ച് ടാനും എടുക്കാം, ഏത് വേണമെങ്കിൽ എടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഏറ്റവും നല്ലത് നമുക്ക് നേരെ കോസിലേക്ക് വരാം. കോസ് 70 എടുക്കാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. കോസ് 70ലേക്ക് വരാം. കോസ് 70 വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ഇതാ കോസ് 70 ഡിഗ്രി ഈക്വൽ ടു, കോസ് 70 ഡിഗ്രി കിട്ടണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടതാണ് സമീപവശം അല്ലെ, സമീപവശം ബൈ കർണമാണ്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ BE അല്ലെങ്കിൽ EB ആണ് ഇവിടുത്തെ സമീപവശം, EB ആണ്. EB ഡിവൈഡഡ് ബൈ എന്ത് വരും, EB ഡിവൈഡഡ് ബൈ 20, കാരണം 20 തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ക്രോസ് അടിച്ച നേരത്തെ ചെയ്ത പോലെ തന്നെ, അതുകൊണ്ട് EB ഈക്വൽ ടു 20 ഇൻറ്റു കോസ് 70 ആണ്. 20 ഇൻറ്റു കോസ് 70 ആണ്, നേരത്തെ എഴുതിയ പോലെ തന്നെ കോസ് 70 എഴുതണമെന്നില്ല, നേരിട്ട് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 20 ഇൻറ്റു കോസ് 70ന്റെ വാല്യൂ എത്രയാണെന്നില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ ഒരു ടേബിളിലേക്ക് മെല്ലെ പോയി നോക്കും. അപ്പോൾ നമുക്ക് അവിടെ കോസ് 70ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ 0.34 ഇവിടെ കൊടുക്കാം, 0.34 എന്ന് ഞാൻ കൊടുത്തു. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.34 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 34ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ 68 ആണ് വരിക, 20 കൊണ്ട് ചെയ്താൽ 680 വരും. ഇനി പോയിന്റ് ശേഷം 2 സ്ഥാനം വിടണം അല്ലേ, 1 2 പ്ലേസ് വിടുക. അപ്പം വരുന്നത് 6.8 മീറ്റർ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 6.8 മീറ്റർ ആണ് ആൻസർ വരിക. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, പുഴയുടെ വീതി എന്ന് പറയുന്നത് 6.8 മീറ്റർ ആണ്, മരത്തിന്റെ ഉയരം 20.4 മീറ്റർ ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് പ്രാക്ടീസ് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഇത് കിട്ടാത്ത ആരും കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെയുള്ള കുറച്ചധികം ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യണം. ഉറപ്പായിട്ടും ചോദിക്കും, 5 മാർക്ക് ചോദിക്കും. അടുത്തത് വക്കുകളുടെ എല്ലാം നീളം 12 സെന്റിമീറ്റർ ആയ ഒരു സമചതുര പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി വലിപ്പമുള്ള സമചതുര സ്തൂപികയുടെയും വൃത്തസ്തൂപികയുടെയും ഗോളത്തിന്റെയും വ്യാപ്തം കണക്കാക്കുക. വലിയ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത് വലിയ ക്വസ്റ്റൻ വെച്ചാൽ അത്യാവശ്യം കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റൻസ് തന്നെയാണ്. 3 കാര്യം കണ്ടുപിടിക്കണം അല്ലേ. ഫൈൻഡ് വോളിയംസ് ഓഫ് ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ് കോൺ ആൻഡ് സ്പിയർ ഇൻസൈഡ് എ ക്യൂബ് ഓഫ് സൈഡ് 12 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. സംഭവം ഒന്നുമില്ലടാ, ഒരു ക്യൂബ് ഉണ്ട് അല്ലെ, ഒരു സമചതുര കട്ട. നമ്മളെ ക്യൂബ് അറിയാലോ, ക്യൂബ് എല്ലാവർക്കും അറിയുന്നില്ലേ, നമ്മൾ ഈ മറ്റേ ഏണിമാമ്പൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ഇടുന്ന സാധനം ക്യൂബ്. അപ്പൊ ആ ക്യൂബിന്റെ ഉള്ളിലാണ് ഇവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ക്യൂബിന്റെ ഉള്ളിൽ തന്നെയാണ് ആരൊക്കെ ഉള്ളത്, ഈ പറയുന്ന സ്ക്വയർ പിരമിഡ്, അതുപോലെ കോണ്, അതുപോലെ സ്പിയർ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഒരു ക്യൂബിന്റെ ഉള്ളിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കൊള്ളണമല്ലോ. ഇതാ എക്സാമ്പിൾ, ഇതാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്യൂബ് വരച്ചു. ഏത് ക്യൂബാണ് വേണ്ടത്, ഇപ്പൊ ക്യൂബോട് പോലെ ഇതാ ഇങ്ങനെയാണ് ഒരു ക്യൂബ് എന്ന് വിചാരിക്കും നിങ്ങൾ എല്ലാവരും. ഇതാ ഏകദേശം ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിന്റെ എല്ലാ സൈഡും, ഈ ക്യൂബിന്റെ വെച്ചാൽ എല്ലാ സൈഡും 12 സെന്റിമീറ്റർ ഉള്ളത്. അപ്പൊ അതിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു ആദ്യം സ്ക്വയർ പിരമിഡ് എടുക്കാം. സ്ക്വയർ പിരമിഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ബേസ് ഇങ്ങനെയാണ് വരിക, നമുക്ക് എല്ലാവർക്കും അറിയാലോ. നേരെ പിന്നെയാണ് മേലോട്ടേക്ക് ഇങ്ങനെ സാധനം വരിക അല്ലെ. അപ്പൊ ബേസ് എന്തായിരിക്കും, 12 തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മേലോട്ട് വെക്കാൻ പറ്റുന്നില്ല, അപ്പൊ ബേസ് 12 ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, ഇതാ ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണണം. സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്താ വരിക ഫോർമുല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ 1/3 ബേസ് ഏരിയ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ a സ്ക്വയർ വരും ഇൻറ്റു h ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതാ ഇതിന്റെ ബേസ് എത്രയാണോ അത് തന്നെ ആയിരിക്കില്ല മേലോട്ട് ഉണ്ടാവുക. മേലോട്ട് വരുന്നതും ഹൈറ്റ് സെയിം തന്നെയാണ് വരിക, എല്ലാം 12 തന്നെയാണ് വരിക. അപ്പൊ ഇതാ 1/3 ഇൻറ്റു a സ്ക്വയർ എന്ന് വെച്ചാൽ a ഒരു പാദവക്കാണ്, ബേസ് എഡ്ജ് ആണ്, 12 സ്ക്വയർ എന്ന് വെച്ചാൽ 12 ഇൻറ്റു 12 ഇൻറ്റു എച്ചും മേലോട്ടുള്ള ഹൈറ്റും അത് തന്നെയല്ലേ വരിക അല്ലെ. ഇവിടുന്ന് നേരെ മേലോട്ടേക്കായാലും ആ സെയിം 12 അല്ലേ വരിക, കാരണം ഇതിന്റെ എല്ലാം നീളവും വീതിയും എല്ലാം 12 ആണ് ഈ ക്യൂബിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അതിന്റെ ബേസ് നീളവും വീതിയും എല്ലാം 12 വരും. അപ്പൊ എച്ചും 12 തന്നെ കൊടുക്കാം. ഇതാ അടുത്ത് നോക്കുക, ഇവിടെ വേണമെങ്കിൽ ഇതാ ഒരു 12നെ ഈ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് 1/3 ഇൻറ്റു 12 എന്ന് വെച്ചാൽ 12/3 എന്നാണ് അതിന്റെ മീനിങ് അല്ലെ, നിങ്ങൾക്കറിയാം അല്ലെ. 1/3 ഇൻറ്റു 12 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 12/3 എന്ന് തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. 4 ആണ് ആൻസർ വരിക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, 4 എന്ന് എഴുതാം. അത് ക്ലിയർ ചെയ്താൽ ഇത് ക്യാൻസൽ ആയി. ബാക്കി 12 ഇൻറ്റു 12 ഉണ്ട്, 12 ഇൻറ്റു 12 12 ഗുണിക്കണം 12 144 ആണ്. നിങ്ങൾ ഗുണിച്ച് നോക്കുക 144. ഇനി ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണം താഴെ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 144 100 40 4 എന്ന് വെച്ച് കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ 100 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 400, പിന്നെ 40 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 4 16 160. അപ്പൊ 560 ആയി. പിന്നെ 4 ഇൻറ്റു 4 16, അപ്പൊ 576 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യാം. 4 ഇൻറ്റു 4 16 6 ബാക്കി 1, 4 ഇൻറ്റു 4 16 1 17 7 ബാക്കി 1, പിന്നെ ഒരു 4 4 1 5. അപ്പൊ 576 ആണ് വരിക.
തന്നതിലെ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇവിടുത്തെ യൂണിറ്റ് വരിക. അപ്പൊ നമുക്ക് സ്ക്വയർ പിരമിഡ് ഒന്നാമത്തെ കിട്ടി, അല്ലെങ്കിൽ സമചതുര സ്തൂപികയുടേതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത്, അത് കിട്ടി. ഇനി വൃത്ത സ്തൂപിക അല്ലെങ്കിൽ കോണാണ് വേണ്ടത്. കോണിന്റെ വോളിയം കാണാനുള്ള ഫോർമുലയും നിങ്ങൾ അതുപോലെ എഴുതുക. എന്താ വരിക കോണിന്റെ വോളിയം? വൃത്തസ്തൂപികയുടെ എന്താ വരിക? ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ, പൈ ആർ സ്ക്വയർ ആണ്, ഇൻറ്റു ഹൈറ്റ് എച്ച് ആണ്, അതിന്റെ 1/3 എടുക്കണം, 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്ര വരിക? ഇതിനുള്ളിൽ നമ്മൾ ഇതാ ഒരു വൃത്തസ്തൂപിക അല്ലെ ഇങ്ങനെ വെച്ചു, വൃത്തസ്തൂപിക ഇങ്ങനെ വെക്കുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇതാ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് കൊള്ളുന്ന രീതിയിൽ ഒരു വൃത്തസ്തൂപിക വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും വരിക? റേഡിയസ് വരുന്ന ശ്രദ്ധിക്കണം, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് കൊള്ളുന്ന രീതിയിലായിരിക്കും നമ്മളെ വൃത്തം വരിക അല്ലെ. ഇതാ നമ്മുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സമചതുരം വരുന്നത്, ഇതാണ് സമചതുരം വരിക, ഇതാണല്ലോ ക്യൂബ്, അതായത് സമചതുരക്കട്ട. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുത്തനെ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മളെ വട്ടം വരിക, അതായത് കോണിന്റെ ബേസ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് മൊത്തത്തിൽ അതിന്റെ ഡയമീറ്റർ ആയിരിക്കും എന്ത് ഉണ്ടാവുക? 12 വരിക. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും, അതിന്റെ ഹാഫ് ആണ് വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പൈ ഇൻറ്റു ആർ സ്ക്വയറിന് പകരം 6 ഇൻറ്റു 6, കാരണം 12ന്റെ പകുതി ഇൻറ്റു എച്ചിൽ ഒരു സംശയം വേണ്ട, കുത്തന 12 തന്നെയാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1/3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് നേരത്തെ ചെയ്ത പോലെ ഇതാ 1/3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 6/3 എന്ന് എഴുതാം. അതിന്റെ ആൻസർ 2 ആണ് വരിക. അപ്പൊ അത് അങ്ങോട്ട് ക്യാൻസൽ ആയിട്ട് പോയി. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു പിന്നെ ഒരു 6ഉം 12 ബാക്കിയുണ്ട് അല്ലെ, 6 ഇൻറ്റു 12, പിന്നെ ഒരു പൈ അവിടെ അതുപോലെയുണ്ട്, അതിനെയും കൂടി മിസ്സാവാതെ എഴുതുക. ഇനി 6നെ 12 കൊണ്ട് ഗുണിക്കും, അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 6നെ 12 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് അറിയാം 60 12 72 വരിക. 72നെ 2 കൊണ്ട് ഗുണിച്ചാൽ 144 വരും. 144 പൈ ആണ് വരിക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നെയാണ് ഇതിന്റെ ആൻസർ വരിക. അപ്പൊ കോണുമായി സ്ക്വയർ പിരമിഡിന്റെയും വോളിയമായി ഇതെല്ലാം ചെയ്താൽ 5 മാർക്ക് കിട്ടുവേ. അടുത്തത് വരുന്നത് എന്താണ്? സ്പിയർ ആണ്, ഗോളമാണ്. ഗോളത്തിന്റെ വ്യാപ്തം കാണാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗോളം ഇതേപോലെ വൃത്തത്തിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, അതിന്റെ ഫോർമുല മാത്രം ഒന്ന് ഓർത്തെടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേഗം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഗോളത്തിന്റെ എന്താ വരിക? സ്പിയറിന്റെ വോളിയം അല്ലെ, സ്പിയറിന്റെ വോളിയം എന്ന് വെച്ചാൽ എന്താ? മൂന്നാമത് സ്പിയർ ആണ്, സ്പിയറിന്റെ വോളിയം എന്താ വരിക? 4/3 അല്ലെ, 4/3 പൈ ആർ ക്യൂബ് ആണ്. ഓരോന്നായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ 4/3 ഇൻറ്റു പൈ അതുപോലെ കൊടുത്തു, ആരം റേഡിയസ് 6 എത്ര വരിക ഗോളത്തിൻ്റെത്? ഡയമീറ്റർ ആണ് 12 വരിക, അപ്പോൾ റേഡിയസ് 6 ആണ് വരിക. ഓക്കെ, അപ്പൊ 6ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 6 ഇൻറ്റു 6 എന്നാണ് വരിക. ഇവിടെ ഇതാ ഈ 3 ഈ 6ഉമായിട്ട് ക്യാൻസൽ ചെയ്യാം, 2 വരും നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ബാക്കി എല്ലാം ചറവറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 2 ഇതാ 6 ഇൻറ്റു 6 36, ഈ 6ഉം കൂടി ചെയ്താൽ ഗുണിച്ചാൽ 36 ആണ് വരിക. 36നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ 36നെ നേരിട്ട് 8 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ 36നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അതിന് 4 കൊണ്ട് ഗുണിക്കാം, എങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, ഞാൻ 4 ഇൻറ്റു 2 8 എന്ന് എഴുതി. 8 ഗുണിക്കണം 36, പിന്നെ ഒരു പൈ ഉണ്ട്. അപ്പൊ 36നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരുമെന്ന് നോക്ക്. 36 ഗുണിക്കണം 8 എത്ര വരുമെന്ന് നോക്ക്. 6 8 48, 8 ബാക്കി 4, 3 8 24, 4 28, 288 ആണ് വരിക. അപ്പൊ നമ്മുടെ ആൻസർ 288 പൈ എന്നാണ് വരിക. ഓക്കെ, അത്രയും സെന്റിമീറ്റർ ക്യൂബ്, 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 മാർക്ക് കിട്ടും. അപ്പൊ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത ആൻസർ കണ്ടെത്തിയവരായിരിക്കും. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാനാണ് ഈ ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അത് ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്തവർ ഇത് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, കാരണം നിങ്ങൾക്ക് ചെയ്തവർക്ക് അതിന് ആൻസർ കിട്ടണം, ചെയ്തത് ശരിയാണോ എന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ട്രൈ ചെയ്യണം, അല്ലാതെ ഇതിപ്പോൾ ആദ്യമായിട്ട് ഇതിപ്പോൾ വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നും. നെക്സ്റ്റ് ഇതാ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 1 + 2 + 3 + എക്സെട്രാ + 20 എത്ര എന്നാണ്? ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എന്താ വരിക? 1 + 2 + 3 + എക്സെട്രാ 20 അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടില്ലേ, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യ തുടർച്ചയായത് അല്ലെ. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സ്റ്റാർട്ടിംഗ് ഫ്രം 1 അല്ലെ, കോൺസിക്യൂട്ടീവ് 20 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ പിന്നെ തുക എന്ന് വെച്ചാൽ n × n + 1/2 ആണ്. അപ്പൊ ഇതിലേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യാം? 20 × 21/2 അല്ലെ. അപ്പൊ ഇത് ഒന്ന് വേഗം കിട്ടി, 20 × 21/2 ആണ് വരിക. അപ്പൊ ആൻസർ എന്ത് വരും? 20 × 21 നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ ഇങ്ങനെ ചെയ്താൽ ഇതിനെ എഴുതി കട്ട് ചെയ്താൽ 10 വരും. 10 × 21 വെച്ചാൽ 210 ആണ് ആൻസർ വരിക. 210 ഒന്നാമത്തെ ആൻസർ കിട്ടി, 210. ഇനി അതിന്റെ രണ്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. 3 + 6 + 9 + 90 എക്സെട്രാ 60 അല്ലെ. ഇത് ചെയ്യാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എല്ലാ നമ്പറും നോക്കിയേ. ആദ്യത്തെ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും അല്ലെ.
ഇനി 2നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 ആയി, 3നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 9 ആയി, അവസാനത്തെ 20നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 60 ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗുണിച്ച 3നെ എല്ലാം ഇതിന്ന് പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് എടുത്താല് 3/3 1 പ്ലസ് 6നെ 3 ഔട്ട്സൈഡ് എടുത്തു അല്ലെ, 6ൽ എത്ര 3 ഉണ്ട്, 2 എണ്ണം ഉണ്ട് ബാക്കി. പ്ലസ് 9ന്ന് 3 ഔട്ട്സൈഡിൽ പോയി, അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്, 3 ഉണ്ട്. അങ്ങനെ എക്സെട്ര അല്ലെ, പ്ലസ് എക്സെട്ര 60ന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3നെ കോമൺ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുക്കുക, അപ്പൊ 60ന് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 20 വരും. നോക്കിയേ, 3 ഗുണിക്കണം 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 20 എന്നാണ് വരിക. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഒരു പണിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നേരിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 20 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ ഇപ്പൊ 210 കിട്ടി. ഇത് എല്ലാം കൂടി കൂട്ടി 210 ആണ് വരിക. അപ്പൊ നമ്മുടെ ആൻസർ 3 ഗുണിക്കണം 210. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. 3 ഇൻറ്റു 210 എന്നാണ് വരിക. 210 അത് എത്ര വരിക? 3 × 210 വെച്ചാൽ 630 വരും അല്ലെ, 630 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അതും കിട്ടി 630. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത് ചോദിച്ചെന്താ, 3 പ്ലസ് 6 പ്ലസ് ബീജഗണിത രൂപം 3n പ്ലസ് 2 അല്ലെ, 3n പ്ലസ് 2 3n പ്ലസ് 2 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണക്കാക്കുക എന്നാണ് പറഞ്ഞത്. തുകയാണ് വേണ്ടത്. ഫൈൻഡ് the sum of first 20 terms of the sequence 3n plus 2. ഈ ശ്രേണി എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ട് മെത്തേഡിൽ കാണിച്ചു തരാം. ഒന്ന്, നമുക്ക് സമ്മ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. അപ്പൊ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അവസാന പദം ലാസ്റ്റ് ടേം 20th ടേം ആണ് വരിക. ഈ രണ്ട് ടേം കൊണ്ട് നിങ്ങൾക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലെ. അത് കിട്ടാൻ ഒരു പണിയില്ല. നോക്കിക്കോ, n എന്ന് വെച്ചാൽ 20 എണ്ണാണ്. അപ്പൊ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ n ന് 1 കൊടുക്കുക. നിങ്ങൾക്കറിയാം, രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 3 + 2 ആണ് 5 ആണ് വരിക. 5 പ്ലസ് 20ാമത്തെ ടേം ആണ് അടുത്തത് വേണ്ടത്. 20ാമത്തെ കിട്ടണമെങ്കിൽ n ന് 20 കൊടുക്കുക. അപ്പൊ 20ാമത്തെ 20th ടേം കിട്ടും. അപ്പൊ 30 × 20 പ്ലസ് 2 ആണ്. 3 × 20 60 വരും. 60 പ്ലസ് 2 എത്ര വരും, 62 ആണ് വരിക. ഓക്കെ, ഇനി രണ്ടും കൂടെ കൂട്ടുക. 20ന്റെ പകുതി 10 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10 ഇൻറ്റു 5 62 കൂട്ടി 67 ആണ്. അപ്പൊ 67 ഇൻറ്റു 10 വരും. 670 ആണ് ആൻസർ വരിക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് കിട്ടി. അല്ല, ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ ചെയ്യുക. ഇതിനകത്ത് ഓരോ ടേം എങ്ങനെ വരുമെന്ന് നോക്കുക. ഈ സീക്വൻസിൽ 3n പ്ലസ് 1 കൊടുത്താൽ ഒന്നാമത്തത് 5 എന്ന് കിട്ടി. രണ്ടാമത്തെ കിട്ടണമെങ്കിൽ 2 കൊടുത്താൽ 2 3 6 2 8 വരും അല്ലെ, 8 ആണ് വരിക. ഇനി 3 കൊടുത്താൽ 3 3 9 പ്ലസ് 2 11 വരും. ഇങ്ങനെയാണ് നമ്മുടെ ശ്രേണി പോവുക. സീക്വൻസ് ഇങ്ങനെയാണ് പോവുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ലാസ്റ്റ് ടേം വെച്ച് 20ാമത്തെ ടേമാണ് നമുക്ക് വേണ്ടത്. 20 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 3 × 20 60 ആണ്. 62. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഇതാ നമ്മൾ രണ്ടാമത്തെ ശ്രേണി ഇങ്ങനെയാണ് തന്നത് അല്ലെ. ഇതിലെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 630 കിട്ടുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ മക്കളെ ആകെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 630 കിട്ടും. ഇനി അതിലെ ഓരോ പദങ്ങളും ഈ 3ന്റെ കൂടെ 3ന്റെ കൂടെ 2 അവർ കൂട്ടിയല്ലേ, 3ന്റെ ഒപ്പം 2 എണ്ണം കൂടെ കൂട്ടി, അപ്പൊ ഇത് 5 ആയി. ഇനി ഈ 6ന്റെ കൂടെ അവർ 2 എണ്ണം കൂടെ കൂട്ടി, അപ്പൊ ഇത് 8 ആയി. ഈ 9ന്റെ കൂടെ അവർ 2 എണ്ണം കൂടി കൂട്ടി, അപ്പൊ അത് 11 ആയി. അങ്ങനെ പോയി 20ാമത്തെ 60ന്റെ കൂടെയും അവർ 2 എണ്ണം കൂട്ടി, അപ്പൊ 62 ആയി. എടാ 3 6 9 വരെ തുടങ്ങിയിട്ട് 60 വരെ കൂട്ടിയപ്പോൾ 630. ഇതിന്റെ കൂടെ എല്ലാം അവർ 2 എണ്ണം വെച്ചിട്ട് ആദ്യം കൂട്ടുവാണ്. 2 കൂട്ടി 2 കൂട്ടി 2 കൂട്ടി, അങ്ങനെ അവസാനത്തെയിലും 2 എണ്ണം കൂട്ടി. അങ്ങനെ മൊത്തം കൂട്ടിയപ്പോഴാണ് പുതിയ ശ്രേണി ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാല് ഓരോന്നിന്റെ കൂടെയും 2 എണ്ണം കൂട്ടി എന്ന് വെച്ചാൽ 2 എത്ര തവണ കൂട്ടിയിട്ടുണ്ടാവും, 20 പദങ്ങളുടെ 20 എണ്ണത്തിന്റെ കൂടെയും 2 2 2 കൂട്ടിയാവല്ലേ. അപ്പൊ ടോട്ടല് 20 തവണ 2കൾ കൂട്ടി എന്ന് വെച്ചാൽ 40 എണ്ണം കൂടെ കൂടി അവിടെ. അപ്പൊ 3 6 9 എല്ലാം കൂട്ടിയപ്പോൾ 630 ആണ്. അതിന്റെ കൂടെ ഒരു 40 എണ്ണം കൂടി കൂട്ടി, അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 670 ഇവിടുന്ന് ആൻസർ കിട്ടും. രണ്ട് രീതിയിലും ചെയ്യാം, രണ്ടും സിമ്പിൾ ടെക്നിക്ക് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാ, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² + n ആണ് അല്ലെ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is 3n + 2. ഇത് സം ഓഫ് n ടേംസ് ആണ് 3n² + n. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫസ്റ്റ് ടേം ആൻഡ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് ടേമും ആദ്യത്തെ 2 പദങ്ങളുടെ തുകയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ. ഈ ശ്രേണിയിലെ ആദ്യത്തെ പദവും ആദ്യത്തെ 2 പദങ്ങളുടെ തുകയും കണക്കാക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. n ന് 1 കൊടുത്താൽ കിട്ടുന്നത് തുകയാണ്. n ന് 1 കൊടുത്താൽ കിട്ടുന്നത് ഒന്നാമത്തെ പദമായിരിക്കും, ആദ്യ പദം. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, n ന് 1 കൊടുത്താൽ കിട്ടാൻ പോകുന്നത് 3 × 1² + n ന് വീണ്ടും 1 കൊടുക്കുക.
ഒന്നിന്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 × 3 വെച്ചാൽ 3 ആണ്. 3 + 1 കിട്ടും സമം 4 കിട്ടും. അപ്പൊ ആദ്യ പദം 4 കിട്ടി. ഇനി പറഞ്ഞത് എന്താ? ഫസ്റ്റ് ടേം ആയി. അടുത്തത് ചോദിച്ചത് എന്താ? ഇതാ. അപ്പൊ നമുക്ക് x1 അല്ലെങ്കിൽ ആദ്യ പദം കിട്ടി 4. ഇനി ചോദിച്ചത് ഫസ്റ്റ് 2 ടേംസ് ആണ്. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് വെച്ചാൽ x1 + x2 അല്ലെ? ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങൾ കൂട്ടിയത്. ഇനിയിപ്പോ ചില സ്കൂളുകളിൽ ചിലപ്പോൾ നിങ്ങൾ a1 + a2 എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. a1 a2 എന്നൊക്കെ ഉണ്ടാവും. എന്തോ ആവട്ടെ. ഓക്കെ, അത് രണ്ടും കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് തരുന്നതെങ്കിൽ അതിന് n ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. n ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെക്കൻഡ് ടേം അല്ല കിട്ടുക. നമുക്ക് അന്നേ അറിയാം എന്ത് കിട്ടും? ഫസ്റ്റ് രണ്ട് ടേമുകളുടെ സം ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? n ന് 2 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 3 × n² ന് പകരം 2² + 2. അപ്പൊ നോക്കിക്കോ, 3 × 2ന്റെ സ്ക്വയർ ആദ്യം ചെയ്യണം, 4 ആണ്. എന്നിട്ട് 2 ആഡ് ചെയ്യുക. 3 × 4 12 ആണ്. 12 ന് 2 കൂട്ടിയാൽ 14 ആണ് വരിക. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയും കിട്ടി. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ചോദിച്ചെന്താ? ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ് അല്ലെ? ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ അടുത്ത പറയുന്നത്. ഇപ്പൊ തന്ന ബീജഗണിത രൂപം ഈ ശ്രേണിയുടെ തുകയുടേതാണ്. നമുക്കിനി ശ്രേണിയുടെ ബീജഗണിതം വേണം. ശ്രേണിയുടെ ബീജഗണിതം എന്താ? തൊട്ട് മുന്നത്തെ ക്വസ്റ്റിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. 3n + 2 എന്നൊക്കെ പറയുന്ന പോലെയാണ് ശ്രേണിയുടെ ബീജഗണിത രൂപം കിട്ടുക. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? പൊതുവ്യത്യാസം കിട്ടണം, ആദ്യ പദം ഒക്കെ അറിയണം അല്ലെ? ആദ്യ പദം കിട്ടിയിട്ടുണ്ട്, പൊതുവ്യത്യാസം കിട്ടിയിട്ടില്ല. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് അധികം ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കിക്കോ. ആദ്യ പദവും രണ്ടാമത്തെ പദവും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെയുള്ള സമ്മ് തന്നിട്ടുണ്ട് 14. തന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചതാണ് 14 അല്ലേ? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അതിൽ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടേം 4 കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് ടേം കിട്ടുമല്ലോ എളുപ്പത്തിൽ. 4ഉം രണ്ടാമത്തെയും കൂട്ടിയാലാണ് 14 വരേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ടേം എത്ര കിട്ടണം? 10 കിട്ടണം അല്ലെ? രണ്ടാമത്തെ ടേം 10 കിട്ടും. മനസ്സിലായിട്ടുണ്ടല്ലോ? രണ്ടും കൂടെ കൂട്ടിയാൽ 14 ആണ്. അതിൽ ഒന്ന് 4 ആണെങ്കിൽ രണ്ടാമത്തെ 10 ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ ടേം 14 കിട്ടി. അപ്പൊ നമ്മുടെ സീക്വൻസ് പോലെ ഇങ്ങനെയാണ്. ഫസ്റ്റ് ടേം 4, രണ്ടാമത്തെ ടേം 10. ഓക്കെ, ഇനിയിപ്പോ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും 4നോട് എത്ര കൂട്ടിയിട്ടാ 10 കിട്ടുക? അതന്നെ കൂട്ടിയാൽ നിങ്ങൾക്ക് അടുത്ത കോമൺ ഡിഫറൻസ് എല്ലാം കിട്ടും അല്ലെ? 4ഉം 6ഉം ആണ് 10, പിന്നെ 10ഉം 6ഉം 16 വരും. ഈ ഒരു ഓർഡറിലാണ് ശ്രേണി പോവുക. ഇനി ഇതിന്റെ ബീജഗണിത രൂപം എഴുതാൻ ഒരു പണിയില്ല. നമുക്കറിയാം an + b എന്നുള്ള രൂപത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ xn = dn + f - d എന്ന് പറയുന്ന ഫോർമാറ്റ് കൊടുത്താലും ബീജഗണിത രൂപം കിട്ടും, ഓൾജിബ്രായിക് ഫോം. ഓക്കെ, അപ്പൊ d എന്ന് വെച്ചാൽ ഇവിടെ 6 ആണ് കൂടി പോകുന്നത്. അപ്പൊ 6n പ്ലസ് ആദ്യ പദം 4 ആണ്, 4 - d വരുന്നത് 6 ആണ്. അപ്പൊ വരുന്നത് 6n + 4 6 പോയാൽ -2 ആണ്. അപ്പൊ ആൻസർ 6n - 2 എന്നാണ് വരിക. 6n - 2 വരും. ഓക്കെ, ചെയ്ത് ശരിയാണോ നോക്കാൻ. n ന് 1 കൊടുക്കും. അപ്പൊ 6 - 2 4 വരും. ഫസ്റ്റ് ടേം ശരിയാണ്. n ന് 2 കൊടുത്താൽ 2 × 6 12 - 2 10 വരും. അതും correct ആണ്. നമ്മൾ ചെയ്തത് ശരിയാണ്. ഇനി ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേറൊരു വഴിയുണ്ട്. അത് കാണിച്ചു തരാം. നമ്മളത് മുന്നേ ക്ലാസ്സിനൊക്കെ ചെയ്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി എല്ലാ സ്റ്റെപ്പിലും എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും correct ആയിട്ട്. ഇവിടെ തന്നത് 3n² + n ആണ്. നമ്മൾ തുകയുടെ ബീജഗണിതം എഴുതാനായിട്ട് ഒരു ഷോർട്ട് കട്ട് പഠിച്ചത് ഇങ്ങനെയാണ്. pn² + qn എന്നാണ് പഠിച്ചത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടേം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയത്? 4 എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കോ, ഈ p എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം p യുടെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതിയാണെന്നൊക്കെ നമുക്കറിയാം. d യുടെ പകുതിയാണ്. ആ d യുടെ പകുതിയാണ് ഇവിടെ 3 അല്ലെ? കോമൺ ഡിഫറൻസിന്റെ പകുതിയാണ് ഇവിടെ 3 ഉണ്ടാവുക. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇരട്ടി എടുത്താൽ മതി. ഇവിടെയുള്ള നമ്പറിന്റെ ഇരട്ടി എടുത്താൽ മതി. 3ന്റെ ഇരട്ടി 6 കിട്ടും. ഡയറക്റ്റ് കിട്ടി. ഇനിയിപ്പോ നിങ്ങൾക്ക് നേരിട്ട് ശ്രേണി അങ്ങ് എഴുതാൻ പറ്റും. ഫസ്റ്റ് ടേം 4 ആണ്, രണ്ടാമത്തെ 6 കൂട്ടിയാൽ 10 വരും, പിന്നെ 16 വരും, ഇങ്ങനെ പോകും. ഇനിയിപ്പോ an + b എന്നുള്ള രൂപത്തിലാണ് നമുക്ക് അറിയാം xn അല്ലെ? ശ്രേണിയുടെ ബീജഗണിത രൂപം ഇങ്ങനെ ഉണ്ടാവുക. a യുടെ സ്ഥാനത്ത് പൊതുവ്യത്യാസമാണ്. അപ്പൊ 6n എന്ന് വരും. ഇനി ഇവിടെ കൂട്ടലാണോ കുറക്കലാണോ നോക്കാൻ നിങ്ങൾ ഒന്നാമത്തെ ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേം 4 ആയതുകൊണ്ട് തന്നെ 6 ന്ന് കുറച്ചാലേ 4 എത്തൂലൂ. 2 എണ്ണം കുറക്കണം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് സമാന്തര ശ്രേണി. 5 മാർക്ക് വരെയൊക്കെ ചോദിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്. 4 മാർക്കിനൊക്കെ വരുന്നതാണ്. അടുത്തത്, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 മീറ്ററും പരപ്പളവ് 396 ചതുരശ്ര മീറ്ററും ആണ്. തന്നിരിക്കുന്ന വിവരങ്ങളെ ഒരു രണ്ടാംകൃതി സമവാക്യമായി എഴുതുക. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? അല്ലെ? ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ ചുറ്റളവ് പെരിമീറ്റർ 80 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഏരിയ 396 സെന്റിമീറ്റർ സ്ക്വയേഴ്സ് ആണ്. ഫോം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് സൈഡ് ലെങ്ത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം അല്ലെ? എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു ചതുരം. നിങ്ങൾ വെറുതെ ഒരു ചതുരം വരച്ചിടുക. അതിന്റെ ഏരിയ 396 ആണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ? നീളം കൂട്ടണം വീതി കൂട്ടണം, നീളം കൂട്ടണം വീതിയാണ് 80. അപ്പൊ തൊട്ടടുത്ത സ്റ്റെപ്പ് തന്നെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതിന്റെ പകുതി 40 എന്ന് എഴുതാൻ പറ്റും.
ബുദ്ധിമുട്ടില്ലല്ലോ, നല്ല എളുപ്പത്തിൽ കിട്ടും. 40 നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടി 40 ആണ് കിട്ടുക. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഒരെണ്ണത്തിന് എക്സ് കൊടുക്കാം, അപ്പോൾ മറ്റേത് 40 മൈനസ് എക്സ് കിട്ടും. രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതിന്റെ വശങ്ങളുടെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, സൈഡ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഇതാ രണ്ടും കൂടി കൂട്ടിയ 40 ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമല്ലോ, രണ്ടും കൂട്ടിയ 40 കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എന്തായാലും 20നേക്കാൾ കൂടുതലായിരിക്കും, മറ്റേത് 20നേക്കാൾ കുറവായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ, ഡൗട്ട് ഉണ്ടാ? ഒരെണ്ണം 20നേക്കാൾ കൂടുതലായിരിക്കണം, ഒരെണ്ണം 20നേക്കാൾ കുറവായിരിക്കണം. രണ്ടും അങ്ങനെയാണല്ലോ, രണ്ടും കൂടി കൂട്ടിയാൽ 40 കിട്ടും. അതായത് ഇതിന്റെ നേരെ പകുതി 20 അല്ലേ. അപ്പോൾ ഒരു സൈഡ് വെച്ചാൽ 20നേക്കാൾ, ഒരു എക്സാമ്പിൾ 40 ആണെങ്കിൽ ഇതാ ഒരു സൈഡ് ഞാനിപ്പോൾ ഒരു 15 കൊടുത്തു, അപ്പോൾ മറ്റേ എത്ര കിട്ടണം? 15 ആണെങ്കിൽ 40 15 പോയാൽ നമുക്ക് ഇവിടെ 25 കിട്ടും. അതായത് ഒരെണ്ണം ഒരു സൈഡ് 20നേക്കാൾ കൂടുതലാണ്, അത്രയും 20നേക്കാൾ കുറവാണ് രണ്ടാമത്തെ സൈഡ്. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ അല്ലെ, വേണ്ട, നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിന് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡ് ഞാൻ എക്സ് എന്ന് കൊടുത്തു, അപ്പോൾ ഇത് എത്ര വരും? 40 മൈനസ് എക്സ് എന്നാണ് വരിക. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒരു സൈഡിന് എക്സ് കൊടുത്താൽ മറ്റേ 40 മൈനസ് എക്സ് വരും, കാരണം രണ്ടും കൂടെ കൂട്ടിയാൽ 40 ആണ് കിട്ടേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴാണ് ഈ ഏരിയ കിട്ടേണ്ടത്. ഇനി എന്ത് ചെയ്യണം, ആദ്യത്തെ നീളം ഇൻറ്റു വീതിയാണ്, അപ്പോൾ എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ പരപ്പളവായ ഏരിയ ആയ 396 കിട്ടുക. നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കുവാണ്. ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം, ആദ്യം എക്സിനെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 40 എക്സ് എന്ന് വരും, മൈനസ് പിന്നെ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് സ്ക്വയർ എന്ന് വരും, അതാണ് 396. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവണമെങ്കിൽ രണ്ടാം ഡിഗ്രി സമവാക്യം ഉണ്ടാക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണമെങ്കിൽ എക്സ് സ്ക്വയർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനൊന്ന് തിരിച്ചെഴുതാം. മൈനസ് എക്സ് സ്ക്വയറിന് പകരം എന്ത് ചെയ്യാം, നേരെ ഇതാ മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതാം, പ്ലസ് 40 എക്സ് രണ്ടാമത് എഴുതാം, ഈക്വൽ ടു 396 വരും. ഇനി എക്സ് സ്ക്വയറിന്റെ നെഗറ്റീവ് ഒരിക്കലും വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഇതിന്റെ നെഗറ്റീവ് ചിഹ്നം അങ്ങ് ഒഴിവാക്കുക, ചിഹ്നം നേരെ റിവേഴ്സ് ആക്കുക. അതായത് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ള തന്നെയാണ് മീനിങ്. മൈനസ് ഒഴിവാക്കാൻ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആവും. അപ്പൊ പോസിറ്റീവ് ഉള്ളത് മൈനസ് ആവും, 40 എക്സ് ആവും, ഈക്വൽ ടു ഇവിടെയും അതുപോലെ ഇത് പ്ലസ് 396 ഉള്ളത് മൈനസ് 396 ആണ് ആവുക. ഇനി ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക, എക്സ് സ്ക്വയറിന്റെ കൂടെ വേറെ നമ്പർ ഒന്നുമില്ല. അപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റ് 40 ആണ് അല്ലെ, എക്സിന്റെ ഗുണകം 40 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, വർഗ്ഗത്തികവ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വേഗം എത്താനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്ത് ചെയ്താൽ മതി, എക്സിന്റെ കൂടെയുള്ള നമ്പർ 40 ആണ്. അപ്പൊ 40ന്റെ പകുതിയുടെ വർഗ്ഗം രണ്ട് ഭാഗത്തും കൂട്ടുക. അതായത് എക്സ് സ്ക്വയർ മൈനസ് 40 എക്സ് പ്ലസ് 40ന്റെ പകുതി 20 ആണ്, 20ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക, മൈനസ് 396 കൂട്ടണം. 20ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര വരിക, നേരിട്ട് അങ്ങനെ കൂട്ടിയാലും മതി, 400 അല്ലേ വരിക, 400 എന്ന് എഴുതുക. ഇതിനെ നമുക്കൊരു രണ്ടാകൃതി ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. ഇതിന് നമുക്കൊരു a പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. ഇതാ എന്ത് ചെയ്താൽ മതി, ഇവിടെ സ്ക്വയർ ഉള്ള എക്സ് എടുക്കുക, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് എന്ന് എഴുതുക. 20ന്റെ സ്ക്വയർ ആണ് വേണ്ടത്, അപ്പൊ 20നെ വേണം എടുക്കാൻ. അതായത് ഇവിടെ ഏത് നമ്പറിന്റെ പകുതിയാണ് കൊടുക്കുന്നത്, ആ പകുതി വേണം ഇവിടെ എഴുതാൻ. അത് എഴുതി, എന്നിട്ട് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 396 400 കൂട്ടി നമുക്കറിയാം 796 വരിക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് മൈനസ് 396 ആണ്. അപ്പൊ വലുതെന്ന് ചെറുത് കുറക്കുക, വലുതിന്റെ ചിഹ്നം. അപ്പൊ 400 ആണ് വലുത്, 400 396 പോയ 4 വരും, വലുത് പോസിറ്റീവ് തന്നെയാണ്. ആ രണ്ട് ഭാഗത്തും പൂർണ്ണവർഗ്ഗങ്ങളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ റൂട്ട് എടുക്കാം അല്ലെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് രണ്ട് ഭാഗത്തും. അപ്പൊ സ്ക്വയർ റൂട്ട് എടുത്താൽ എക്സ് മൈനസ് 20 ഈക്വൽ ടു 2. റൂട്ട് 4 എന്ന് വെച്ചാൽ 2 ആണ് വരിക. ഓക്കെ, റൂട്ട് 4 ആണ് വരേണ്ടത്. പ്ലസ് ഓർ മൈനസ് 2 എന്നാണ് എഴുതേണ്ടത്, ഞാൻ തൽക്കാലം +2 മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, ഈ -20 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 2 + 20 ആവും, ആൻസർ 22, 22 ആണ് വരിക. അപ്പൊ എന്ത് കിട്ടും മക്കളെ പറ, ഒരു സൈഡ് നമുക്ക് എക്സ് എന്തോ ആവട്ടെ, നമ്മൾ ഇത് തിരിച്ചോ മറിച്ചോ എന്തോ ആവട്ടെ, ഒരു സൈഡ് നമുക്ക് 22 ആണ് കിട്ടിയത്. അപ്പൊ രണ്ടാമത്തെ സൈഡ് എന്ത് കിട്ടും, therefore സെക്കൻഡ് സൈഡ് അല്ലെ എത്ര കിട്ടും, രണ്ടാമത്തെ സൈഡ് കിട്ടാൻ ടോട്ടൽ 40 ആണ്, അതിൽ നിന്നും 22 കുറക്കുക, അപ്പൊ വരുന്നത് 18 ആണ്. അപ്പൊ എന്ത് കിട്ടി, therefore sides equal to 22 and 18 meters. 22 ഉം 18 ആണ്, 22 ഉം 18 കൂട്ടിയ 40 കിട്ടും, രണ്ടും കൂടി ഗുണിച്ചാൽ 396 വരും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അടുത്തത് ഇതാ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക അല്ലെ. എന്നാ പറഞ്ഞത്, റൈറ്റ് ദി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. എങ്ങനെ നമ്മൾ എഴുതുക, എന്നിട്ട് സെക്കൻഡിലേക്ക് വരാം. ഇതാണ് സാധനം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 56. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായി എഴുതണമെങ്കിൽ നമ്മൾ പഠിച്ച മെത്തേഡ് ഇങ്ങനെയാണ്, അതിന്റെ ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി.
ഇങ്ങനെ ഉണ്ടാവുക. ഇനി എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് അതിന്റെ ജനറൽ ഫോമിലേക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വേഗം എളുപ്പത്തിൽ കിട്ടും. എന്താണ് രണ്ടും കൂടെ കൂട്ടിയാൽ എയും ബിയും കൂട്ടിയാൽ നമുക്ക് ഇവിടുന്ന് എക്സിന്റെ കൂടെയുള്ള നമ്പർ 1 കിട്ടണം. എയും ബിയും കൂടെ ഗുണിച്ചാൽ നമുക്ക് ഇതാ -56 കിട്ടണം. -56. അപ്പൊ എയും ബിയും കിട്ടാൻ എന്തായുണ്ട് നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേ ഫോർമുലയിലേക്ക് ഒന്നും കൊടുക്കണ്ട. a - b whole square = a + b square -4ab. അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നേരിട്ട് ഇവിടെ നിന്ന് രണ്ട് നമ്പർ ഗുണിച്ചാൽ 56 കിട്ടണം. ഏതൊക്കെ ഗുണിച്ചാൽ കിട്ടുക 7ഉം 8ഉം കൂടെ ഗുണിച്ചാലല്ലേ 56 കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ -56 വേണ്ടത്. മക്കളെ രണ്ട് നമ്പർ തമ്മിൽ ഗുണിച്ചാൽ നെഗറ്റീവ് വരണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ മാത്രമേ നെഗറ്റീവ് ആവാൻ പാടുള്ളൂ എന്ന് നമുക്കറിയാം. ഒന്നെങ്കിൽ 7 മൈനസ് ആവാം അല്ലെങ്കിൽ 8 മൈനസ് ആവാം. അത് ഏതാണ് തീരുമാനിക്കേണ്ടത് തൊട്ടടുത്ത നമ്പർ നോക്കുക. ആ രണ്ട് നമ്പറും കൂടെ കൂട്ടിയാൽ 1 കിട്ടണം. ഞാൻ ഇതിനാണ് മൈനസ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഈ 8ഉം 7ഉം കൂട്ടിയാൽ 15 ആണ്. പക്ഷെ 8ഉം -7ഉം കൂട്ടിയാൽ എത്ര വരും 8ന്ന് 7 പോയാൽ 1 വരും അല്ലെ. വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറക്കും വലുതിന്റെ ചിഹ്നം. അപ്പൊ 8ന്ന് 7 പോയാൽ 1 വരും. വലുത് പോസിറ്റീവ് ആയതുകൊണ്ട് 1 വരും. അപ്പൊ ഇത് കറക്റ്റ് വരും. അപ്പൊ -7നാണ് കൊടുക്കേണ്ടത്. ഇനി എന്ത് 8ന് കൊടുത്തുകൂടെ ഡൗട്ടിൽ വരേണ്ട ശ്രദ്ധിച്ചോ. -8 ആയാല് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സംശയമൊന്നും വേണ്ട -56 കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂട്ടാൻ പറഞ്ഞാല് എന്ത് ചെയ്യണം വലുതെന്ന് ചെറുത് കുറക്കുക. 8ന്ന് 7 കുറച്ച് 1 വരും. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം -1. വലുത് ഇവിടെ മൈനസ് അല്ലേ. അപ്പൊ നമുക്ക് +1 വേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ. ഇനി ഇത് എങ്ങനെ എഴുതാൻ പറ്റും x + a ആണ്. പക്ഷെ അത് -7 ആയതുകൊണ്ട് ഒന്നാമത്തേന് നമുക്ക് എന്ത് ചെയ്യാം x -7 ഇൻറ്റു അടുത്തത് x + b ക്ക് പകരം 8 എന്ന് കൊടുക്കാം. ഇതാണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കി നമ്മൾ എഴുതിയത്. രണ്ടാമത്തെ ചോദ്യം x² + x - 56 എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കാനാണ് പറഞ്ഞത്. അതായത് write the coordinates of the point അല്ലേ point in which the polynomial cuts the graph of the polynomial cuts the x axis എന്നാ പറഞ്ഞത്. മക്കളെ x അക്ഷത്തെ മുറിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ x അക്ഷത്തെ ഇങ്ങനെ മുറിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയാ ഉണ്ടാവുക x അക്ഷത്തിൽ y 0 ആണ്. അപ്പൊ x 0 എന്നാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഈ രണ്ട് നമ്പർ എടുത്ത് നേരെ എഴുതി കൊടുക്കരുത്. നമ്മൾ ആദ്യം ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, പരിഹാരം കണ്ടുപിടിക്കണം. അത് കിട്ടിയാലേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അതിന്റെ ട്രിക്ക് ഒന്നും നോക്കണ്ട. therefore ആദ്യം നിങ്ങൾ എഴുതേണ്ടത് സൊല്യൂഷൻ എന്താണെന്ന് എഴുതുക. സൊല്യൂഷൻ അഥവാ പരിഹാരം. ഇവിടെ ഏതാണോ നമ്പർ ഇങ്ങനെ കിട്ടിയത് അതിന്റെ ചിഹ്നം നേരെ മാറ്റുക. -7 ഉള്ളത് 7 ആവും, 8 ഉള്ളത് -8 ആവും. സംശയമില്ലല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം the point in which the graph cut the x axis എന്താ വരിക ഒന്നാമത്തത് x അക്ഷം ആണ് വേണ്ടത് y 0 ആയിരിക്കും. x ന് ആദ്യത്തെ വില കൊടുക്കുക 7. അപ്പൊ 7 മറ്റേത് 0 ആണ്. കഴിഞ്ഞിട്ടില്ല ഒന്നും കൂടി ഉണ്ട്. അടുത്തത് x ന് -8 കൊടുക്കുക. മറ്റേത് 0 തന്നെ. ഇതാണ് രണ്ട് പോയിന്റ്. ഇപ്പോൾ ശ്രദ്ധിക്കുക എയും ബി ഉപയോഗിച്ച് നിങ്ങൾ രണ്ട് വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുക ആദ്യം സൊല്യൂഷൻ എഴുതണം. സൊല്യൂഷൻ എഴുതുക എന്ന് വെച്ചാൽ അതിന്റെ ചിഹ്നം മാറ്റി എഴുതിയാൽ മതി. ഇവിടെ മൈനസ് ഉള്ളത് പ്ലസ് ആയി, പ്ലസ് ഉള്ളത് മൈനസ് ആയി. അതെടുത്തിട്ട് എന്ത് ചെയ്യുക x ന് കൊടുക്കുക. ഓക്കെ. അടുത്തത് വശങ്ങളുടെ നീളം 8, 15, 17 സെന്റിമീറ്റർ ആയ ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കണക്കാക്കുക. അന്തർവൃത്ത ആരമാണ്. അപ്പോൾ ഒരു ത്രികോണം ഉണ്ട്, എന്തോ ആവട്ടെ ഒരു ത്രികോണം നമ്മൾ കയ്യിലുണ്ട്, അതിനുള്ളിൽ ഒരു അന്തർവൃത്തം ഉണ്ട്, അതിന്റെ ആരമാണ് കണക്കാക്കേണ്ടത്. ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ അപ്പൊ നമ്മളൊരു ഫോർമുല പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് a = s × r ആണ്. അന്തർവൃത്ത ആരം കണ്ടുപിടിക്കണം. അപ്പൊ r ആണ് വേണ്ടത്. അതിന് ഞാൻ ഇതാ ഇതേ ട്രയാങ്കിളിൽ തന്നെ ഇങ്ങനെ രണ്ട് വര വരച്ചതാ a = s × r. അപ്പൊ നമുക്ക് ആരമാണ് വേണ്ടത് അല്ലെ. 6 വേണമെങ്കിൽ 6നെ കവർ ചെയ്യുക. അപ്പൊ എന്ത് വരും a താഴെ s. അപ്പൊ r = a/s എന്നുള്ള ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ a എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവാണ്. s എന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റളവിന്റെ പകുതിയാണ് അല്ലെ, പെരിമീറ്ററിന്റെ ഹാഫ് ആണ്. പരപ്പളവ് നമുക്ക് കാണാനുള്ള വഴി ഇതാ. ഒരു സൈഡ് 8 ആണ് അല്ലെ, ഒന്ന് 8 ആണ്, മറ്റേത് 15 ആണ്, മറ്റേത് 17 ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച എന്തെങ്കിലും മെത്തേഡ് വഴി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടി വരും. s കിട്ടാൻ പണിയൊന്നുമില്ല. s കിട്ടാൻ എന്ത് ചെയ്താൽ മതി 3 കൂടി കൂട്ടുക, പകുതി എടുക്കുക. 8 പ്ലസ് പിന്നെയോ 17 പ്ലസ് പിന്നെയോ 15 ആണ്. 8ഉം 17ഉം 15ഉം കൂട്ടും, അതിന്റെ പകുതി എടുക്കണേ. 17ഉം 8ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാം 25 ആണ്. 25ഉം 15ഉം കൂട്ടിയാൽ എത്ര വരും 25ഉം 15ഉം 35, 40. 40ന്റെ പകുതിയാണ് വരിക. ആൻസർ 20 വരും. ഏരിയ കാണാൻ 3 വശങ്ങൾ കിട്ടിയ ഏരിയ കാണാൻ നിങ്ങൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടാനായിട്ട് റൂട്ട് ഓഫ് s × s - a × s - b × s - c എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ. എയും ബിയും സി എന്ന് വെച്ചാൽ ഓരോ വശങ്ങളാണ്. a = വേണമെങ്കിൽ ഇതാ അത് സൈഡിൽ മാറിപ്പോകുമെങ്കിൽ ഇതാ a = 8, b = 15, c = 17. ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇനി ഇതാ s ഇപ്പം കിട്ടി 20 ആണ്. 20 ×
എസ് മൈനസ് എ 20 8 പോയാൽ 8 പോയാൽ 12 ആണ്. അപ്പൊ 12 ഇൻറ്റു എസ് മൈനസ് ബി 20 15 പോയാൽ 5 ആണ് ഇൻറ്റു എസ് മൈനസ് സി 20 17 പോയാൽ 3 ആണ്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ ഗുണിച്ചിട്ട് സ്ക്വയർ റൂട്ട് ഒന്നും എടുക്കാൻ പോകണ്ട, വലിയ നമ്പർ വരും. അതിനെക്കാട്ട് ട്രിക്ക് പറഞ്ഞുതരാം. 20 നിങ്ങൾക്ക് ഏതൊക്കെ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക. 20 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4 ഗുണിക്കണം 5 എന്ന് എഴുതാം. 4 5 20 അവിടെ ആയിക്കട്ടെ. ഇൻറ്റു 12 അതുപോലെ 4 ഗുണിക്കണം 3 എന്താ ഏറ്റവും ചെറുതാക്കി മാറ്റുക. ഇൻറ്റു 5 ഒന്നും ചെയ്യാനൊന്നും പോകണ്ട, 5 അതുപോലെ എഴുതുക, 3 അതുപോലെ എഴുതുക. ഇനി ഒരുപോലെയുള്ള രണ്ട് നമ്പർ ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓരോന്നിനായിട്ട് റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പണ്ട് പഠിച്ചാണ്. എടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഇതാ കാണിച്ചു തരാം. 4 എടുത്ത് നോക്കിയതാ, 4 1 2 2 4 ഉണ്ട്. അപ്പൊ അതിന് ഒരു 4നെ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 4 ഗുണിക്കണം 4 ഇതിനുള്ള 16 ആണ്. റൂട്ട് 16 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ 4. ഓക്കെ, അടുത്ത ഒരു 5 ഇവിടെ വേറൊരു 5, 2 5 ഒരു 5നെ പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു പിന്നെ ഇതാ ഒരു 3 വേറൊരു 3, 2 3 ഉണ്ട്, ഒരു 3നെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇതാ സ്ക്വയർ റൂട്ട് സിമ്പിൾ ആയിട്ട് കിട്ടി. ഇതെല്ലാം കൂടി ഗുണിച്ചാൽ മതി. 4 × 5 20 ആണ്. 20 × 3 എത്ര വരും? 2 3 6 60 വരും. അപ്പൊ ഏരിയ കിട്ടി. ഇനി therefore നമ്മൾ ആൻസറിലേക്ക് പോവാണ്. therefore r equal to a എന്ന് വെച്ചാൽ 60 ആണ് ബൈ s ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് 20 ആണ്. 60/20 ആണ് ആൻസർ വരുന്നത് 3 സെന്റിമീറ്റർ ആണ് നമ്മുടെ s കിട്ടുക. ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ റൂട്ട് ഓഫ് s × s മൈനസ് a × s മൈനസ് b × s മൈനസ് c എല്ലാം കൺഫ്യൂഷൻ ആക്കി ഇതാ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ആ തന്ന ട്രയാങ്കിളിന്റെ മെഷർമെന്റ് നോക്കിയേ, ഇങ്ങനെയാണുള്ളത്. ഒന്ന് 8 ആണ്, മറ്റേത് 15 ആണ്, വേറൊന്ന് 17 ആണ്. ഈ സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റണം ഇതൊരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളാണ്, സൈഡ്സ് ആണ്. ഇതാ നോക്ക്, അതിന് ഐഡിയ പറഞ്ഞുതരാം. 8ന്റെ സ്ക്വയർ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിന്റെ വർഗ്ഗത്തിന് ഈക്വൽ ആണെങ്കിൽ അതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിരിക്കും. അതായത് 8ന്റെ സ്ക്വയറും 15ന്റെ സ്ക്വയറും കൂടെ കൂട്ടിയാൽ 17ന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ മട്ട ത്രികോണത്തിന്റെ വശങ്ങളായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 8ന്റെ സ്ക്വയർ എത്ര? നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ടേ, ഒരു 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ചെറിയ രണ്ടെണ്ണത്തിന്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തിട്ട് വലിയതിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിരിക്കും. 8ന്റെ നിങ്ങൾക്കറിയാം 64 ആണ്, പ്ലസ് 15ന്റേത് 225 ആണ്. ഇത് രണ്ടും കൂട്ടി എത്ര വരും? 5 4 9 6 2 8 289 വരിക. ഇനി 17ന്റെ സ്ക്വയർ എത്ര വരുന്നു നോക്ക്. 17ന്റെ സ്ക്വയർ അറിയുന്നവർക്ക് വേഗം മനസ്സിലാവും 289 തന്നെയാണ്. അപ്പൊ എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇനിയിപ്പോ ഏരിയ നിങ്ങൾക്കാണ് ഒരു പണി ഇടുക. therefore ഏരിയ പരപ്പളവ് ഈക്വൽ ടു പരപ്പളവ് ഇടുന്ന എന്ത് കിട്ടും? റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അര BH വെച്ച് ചെയ്യാൻ പറ്റും. അര ഇൻറ്റു പാദം നിങ്ങൾക്ക് ഇവിടുന്ന് 8 ആയിട്ട് എടുക്കുക, 8 ഇൻറ്റു ഉയരം 15 ആയിട്ട് എടുക്കുക. ഇതാ ഈ രണ്ട് ഇവിടുന്ന് കട്ട് ചെയ്താൽ 4 വരും. അല്ല 8 അരകൾ ചേർന്നാൽ 4, 8 ഹാഫ് അൽഫാം 4 ഫുൾ അൽഫാം അതിന് ഈക്വൽ. ഓക്കെ, അപ്പൊ 4 വരും. 4 × 15 വെച്ച് 60 കിട്ടും. ഇങ്ങനെയും നിങ്ങൾക്ക് 60 ഏരിയ കണ്ടുപിടിക്കാം. ബാക്കി സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക. കൺഫ്യൂഷൻ വരുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് കാണുമ്പോൾ ചോദിക്കുക. ഓക്കെ.